നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 16, 2026 വെള്ളി. അങ്ങനെ ഇന്നലെ നമ്മൾ അവധിക്ക് ശേഷം ഇന്ന് വീണ്ടും മാർക്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഒരേപോലെ കാത്തിരുന്ന യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് നടപടിക്കെതിരെയുള്ള യുഎസ് കോടതിയുടെ വിധി, കൂടാതെ യുഎസിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യപ്പെട്ട നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ, ഡിസംബർ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റ, മാത്രമല്ല ഇന്നലെ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഡിസംബർ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഔട്ട്കം വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള നെഗോസിയേഷൻ ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിലും ട്രേഡ് ഡീലിന് മുകളിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ തന്നെ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ബുധനാഴ്ച നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബുധനാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4781.24 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തിക്കൊണ്ട് സെല്ലിംഗ് അതിശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5217.28 കോടി രൂപയ്ക്ക് ബൈയിങ് തുടരുകയുണ്ടായി. റിലയൻസ് ഇൻഡസ്ട്രീസ്, വിപ്രോ, ടെക് മഹേന്ദ്ര, ടാറ്റ ടെക്നോളജീസ് തുടങ്ങി ഒത്തിരിയേറെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കൂടാതെ HDFC ബാങ്ക്, ICIC ബാങ്ക്, IDBI ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നാളെ അവയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇന്ന് ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ ഡിക്ലെയർ ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റുകൾ, കൂടാതെ നാളെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനിയുടെ ലിസ്റ്റ് വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിലവിൽ അവസാന 4 ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി അതിന്റെ 100 ഡേ EMAയ്ക്കും 50 ഡേ EMAയ്ക്കും ഇടയിൽ നിന്നുകൊണ്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചതും. അതായത് 25,600, 25,900 എന്നീ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ട്. ആയതിനാൽ തന്നെ ഇനി നിഫ്റ്റിക്ക് ഇരുവശങ്ങളിലേക്കും ഒരു പ്രയാണം സാധ്യമാകണമെങ്കിൽ അപ്പർ സൈഡിലേക്ക് 25,900 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇനി നിഫ്റ്റിയിൽ കാര്യമായ ഒരു ഫോൾ ഉണ്ടാകണമെങ്കിൽ 25,600 എന്ന ലെവൽ അതിശക്തമായി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് താഴേക്കായിട്ട് പോകേണ്ടതായിട്ടുമുണ്ട്. അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് 25,450 എന്ന ലെവൽ ക്രൂഷ്യൽ ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അവധിയായിരുന്നെങ്കിൽ കൂടിയിട്ടും ഇന്ത്യയിൽ നിന്നും ഡിസംബർ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസ് ഉണ്ടായിരുന്നു. 4.8% എന്ന രീതിയിൽ സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് ഡിസംബർ മാസത്തെ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും ഒരേപോലെ നോക്കിക്കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട് വരാനിരുന്ന യുഎസ് സുപ്രീം കോടതിയുടെ വിധി. എന്നാൽ ട്രംപ് താരിഫ് കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ വിധിയുടെ തീരുമാനത്തെ മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത്. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നും നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് 0.6% എന്ന രീതിയിൽ ബെറ്റർ ആയിട്ടാണ് നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. കൂടാതെ യുഎസിൽ നിന്നും തന്നെ രാത്രി 8:30 തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡിസംബർ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റയും എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ് റിലീസ് ചെയ്യുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി ജനുവരി മാസത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതുമില്ല. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 1.5%-ലേറെയും നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ICIC ബാങ്ക് ADRന് 0.25%-ലേറെയും HDFC ബാങ്ക് ADRന് 1.25%-ന്റെ നഷ്ടവും നേരിടേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 2.25%-ന്റെയും വിപ്രോ ADRന് 2% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരത്തിൽ തുടരുന്നത്. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ നഷ്ടത്തിന് ശേഷം ഇന്നലെ യുഎസ് മാർക്കറ്റിന് തിരിച്ചുവരവ് നടത്തുവാനായി ഇതിലേക്ക് പ്രധാനമായി നയിക്കുകയുണ്ടായത് TCMCയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്നലെ ചിപ്പ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ റാലി തന്നെയാണ് യുഎസ് മാർക്കറ്റിലെ
വീണ്ടും ഒരു തിരിച്ചുവരവിലേക്ക് നയിക്കുകയും ഉണ്ടായത്. എസ്പെഷ്യലി എൻവിഡിയയ്ക്ക് 2% നേട്ടം കൈവരിക്കാനായപ്പോൾ ബ്രോഡ്കോമിന് 1.4%, മൈക്രോണിന് 1.9% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ അപ്ലൈഡ് മെറ്റീരിയൽസ്, ലാം റിസർച്ച് ആൻഡ് KLA തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 7% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതേസമയം TCMCക്ക് 5% നേട്ടവും കൈവരിക്കുവാനായി. തൽഫലമായി S&P 500ഉം നാസ്ഡാക്കും നേട്ടത്തോടുകൂടി തന്നെ 52 വീക്ക് ഹൈയുടെ തൊട്ടടുത്തായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 0.25% നേട്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. ബ്രന്റ് ക്രൂഡിന്റെ വില $63.75 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $59.26 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലും നേരിയ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. $4,600.68 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.68 എന്ന നിലയിലും മാക്സ് പെയിൻ 25,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിനെ തുടർന്ന് ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബോഡിഡ് ഗ്രീൻ ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല നിഫ്റ്റിക്ക് ബുധനാഴ്ചയും നേരിടേണ്ടി വന്ന നഷ്ടത്തെ തുടർന്ന് തുടർച്ചയായി വീണ്ടും അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വന്നു. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 39.26 എന്ന ലെവലിലേക്കുമായിട്ട് എത്തിച്ചേരുകയുമുണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.9 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലേക്കുമായിട്ട് എത്തിച്ചേരുകയുമുണ്ടായി. ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10 ഡേ EMA ഒഴികെ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. RSIയിലും നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 53.55 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 60,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുക. 59,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോസിസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ കൺസോളിഡേറ്റഡ് Q3 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 2.2% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. റവന്യൂ ഇൻ ടേംസ് ഓഫ് റുപ്പീസിൽ 8.9% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ അതേസമയം റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളറിൽ 3.2% ഉയർച്ചയും രേഖപ്പെടുത്തി. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് പ്രോഫിറ്റിൽ 8.75% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ 10.7% വളർച്ചയും റിപ്പോർട്ട് ചെയ്തു. ICIC Prudential അസറ്റ് മാനേജ്മെന്റ് കമ്പനി പ്രോഫിറ്റിൽ 45.1% വളർച്ച റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 23% വളർച്ചയും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൂടാതെ 14.85 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡും പ്രഖ്യാപിക്കുകയുണ്ടായി. HDB ഫൈനാൻഷ്യൽ സർവീസസ് പ്രോഫിറ്റിൽ 36.3% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 22% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. L&T ടെക്നോളജി
എനർജി സർവീസസ് പ്രോഫിറ്റിൽ 6.1% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. റവന്യൂവിൽ അതേസമയം 10.2% ഉയർച്ചയും രേഖപ്പെടുത്തി. നുവോക്കോ വിസ്താസ് കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഇതേ ക്വാർട്ടറിൽ 61.4 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 49 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 12.1% വർധനവ് രേഖപ്പെടുത്തി. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് പ്രോഫിറ്റിൽ 124.7% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിൽ 136.2% ഉയർച്ചയും രേഖപ്പെടുത്തി. കൂടാതെ മഹാരാഷ്ട്രയിലെ ബുൽദാനയിൽ പുതിയ സോളാർ പവർ പാർക്ക് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള പദ്ധതിക്ക് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.